മലയാളം ബിഗ് ബോസ് സീസൺ 7 പുതിയ അപ്ഡേഷൻ നോക്കാം. ആദിലയും നൂറയും അനുമോളും എല്ലാം ഇരുന്ന് സംസാരിക്കുകയാണ്. ചർച്ചാ വിഷയം വേറൊന്നുമല്ല, ജിസേൽ തന്നെയാണ് കേട്ടോ. ആദില രാവിലെ തുണി അലക്കി വിരിച്ചിടാൻ വേണ്ടി ചെന്നപ്പോൾ പുറത്ത് സ്റ്റാൻഡിലും അല്ലാത്തിടത്തുമെല്ലാം ജിസേലിൻ്റെ ഡ്രസ്സാണ്. അതുപോലെ തന്നെ ഇവരുടെ ചേഞ്ചിങ് റൂമിലും ജിസേലിൻ്റെ കുറേ ഡ്രസ്സ് കിടപ്പുണ്ട്. അപ്പോൾ ആദില ജിസേലിനോട് പോയി പറഞ്ഞിരുന്നു, അതൊന്ന് മാറ്റണം, ഞങ്ങൾക്ക് ഡ്രസ്സ് ഇടേണ്ടതാണ് എന്നൊക്കെ. ആ സമയത്ത് ജിസേൽ കൊഞ്ചിക്കൊണ്ട് ആദിലോട് പറഞ്ഞു അതവിടെ ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ ആദിലയും കൊഞ്ചിക്കൊണ്ട് തിരിച്ചു പറഞ്ഞു അതവിടെ ഇരിക്കാൻ പറ്റില്ല എന്ന്. ആ സമയത്ത് ചുമ്മാ ഒരു ഫ്രണ്ട്ലി ടോക്ക് പോലെ ആദില സംസാരിച്ചിങ്ങ് പോകുന്നു. പക്ഷേ ആദിലയ്ക്ക് ആ ഒരു സംസാരം അല്ലെങ്കിൽ ജിസേലിൻ്റെ ആ ഒരു ടോക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കാര്യമാണ് ഇപ്പോൾ നൂറയോടും അനുമോളോടൊക്കെ പറയുന്നത്. ജിസേൽ തമ്പുരാട്ടിയുടെ ഡ്രസ്സാണോ പുറത്തും ചേഞ്ചിങ് റൂമിലുമെല്ലാം, അത് വലിച്ച് താഴെ ഞാൻ ഇടാത്തത് എൻ്റെ മാന്യത. എത്ര പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. ഫേവറേറ്റിസവും സെലക്റ്റീവും ഒക്കെ ആയിട്ട് സംസാരിക്കുന്ന ആളല്ലേ. എനിക്ക് അവളോട് അങ്ങനെ ചെയ്യാൻ അറിയില്ലാഞ്ഞിട്ടല്ല. ഇവർ സംസാരിക്കുന്നതും കേട്ട് നെവീനും മേക്കപ്പ് റൂമിലുണ്ടായിരുന്നു. ആ സമയത്ത് നെവീൻ പറയുന്നത് ജിസേലിന് ഇവിടെ കൂടുതൽ പ്രിവിലേജ് ഉള്ളതുപോലെയാണെന്ന്. അപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോകുന്നു. കാരണം നെവീൻ ജിസേലിനെതിരെ സംസാരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ആദിലയും ചോദിക്കുന്നുണ്ട്, നെവീൻ ഇത്രയും നാളും ഒന്നും ജിസേലിനെ പറയില്ലായിരുന്നല്ലോ, ഇപ്പോൾ എന്തു പറ്റി? അപ്പോൾ നെവീൻ പറയുന്നത് എനിക്കിപ്പോഴാണ് എക്സ്പീരിയൻസ് ഉണ്ടായത്. എന്ത് എക്സ്പീരിയൻസ് എന്ന് അവർ ചോദിക്കുന്നു. ഉടനെ നമ്മുടെ അനുമോള് ആദിലോടും നൂറയോടും പറയുന്നു, ഇന്നലെ ചപ്പാത്തി കഴിച്ചല്ലോ നെവീൻ, അത് അവൾ എതിർത്ത് സംസാരിച്ചു, അതാണ് ഇവൻ ഈ പറയുന്നതെന്ന്. ഉടനെ നെവീൻ പറയുന്നത് അതൊന്നുമല്ല റീസൺ, വേറെയാണ്. ഉടനെ ആദില ചോദിക്കുന്നത് എന്താണ് റീസൺ, നീ പറ. അപ്പോൾ നെവീൻ പറയുന്നത് എനിക്കത് പറയാൻ താല്പര്യമില്ല, ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ച് എനിക്കത് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല. അപ്പോൾ പെട്ടെന്ന് അനുമോൾക്ക് ദേഷ്യം വരും. അനുമോൾ ചെറുതായിട്ട് ചൂടായിട്ട് പറയും, ഇവന് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ മാത്രമാണ് പ്രശ്നം, വലിയ പ്രോബ്ലംസ് ഉണ്ടാക്കുന്നവരുടെ പുറകെ നടക്കും. അനുമോൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് അറിയില്ല. ചിലപ്പോൾ ഷാനവാസിൻ്റെ പുറകെ നെവീൻ മിണ്ടാൻ വേണ്ടി നടക്കുന്നു എന്നായിരിക്കും. എന്തായാലും പെട്ടെന്ന് അനുമോൾ എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് അറിയില്ല. നെവീൻ ഉടനെ അനുമോളോട് ചോദിക്കുന്നത് നീ എന്താ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നോ? അപ്പോൾ അനുമോൾ പറയുന്നത് സപ്പോർട്ട് ചെയ്യുമൊന്നുമല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ ആ ടോപ്പിക്ക് അവിടെ തീരുകയാണ് അവർ സംസാരിച്ച്. പക്ഷേ ഇവർ സംസാരിക്കുന്ന സമയത്ത് അവിടെ കിടക്കുന്ന ഡ്രസ്സ് നമ്മളെ ക്യാമറയിലൂടെ കാണിക്കുന്നുണ്ട്. ഒരു 75% ഡ്രസ്സും ജിസേലിൻ്റെ തന്നെയാണെന്ന് തോന്നുന്നു. അതിൽ പറഞ്ഞതിലും അത് കാര്യമുണ്ട്. കാരണം എല്ലാവർക്കും ഒരുപോലെ തന്നെ എല്ലാം ഉപയോഗിക്കണ്ടേ. ബെഡ്റൂമിൽ ആ ബെഡ് സ്പേസിൽ നിറച്ചും ജിസേലിൻ്റെ ഡ്രസ്സ് തന്നെയാണ്. ചേഞ്ചിങ് റൂമിലും ജിസേലിൻ്റെ ഡ്രസ്സ്, പുറത്ത് തുണി കഴുകി ഇടുന്ന ഭാഗത്തും ജിസേലിൻ്റെ ഡ്രസ്സ്, എല്ലാവർക്കും ഉപയോഗിക്കണ്ടേ. അതുകൊണ്ടാവാം ആദില ദേഷ്യപ്പെട്ടത്. ക്യാമറയിലൂടെ ഡ്രസ്സൊക്കെ കാണിച്ച സ്ഥിതിക്ക് ചിലപ്പോൾ ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ കാര്യം ജിസേലിനോട് ചോദിക്കുമായിരിക്കും. എന്തായാലും ആദില ഇവരോട് ഈ പറയുന്ന കാര്യം നേരിട്ട് ജിസേലിനോട് സംസാരിച്ചാൽ മതിയായിരുന്നു. ആ സമയത്ത് ജിസേൽ കൊഞ്ചി എന്ന് പറഞ്ഞ് ആദിലയും തിരിച്ച് കൊഞ്ചി പറഞ്ഞിങ്ങ് പോന്നു. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.